വിദ്യാർത്ഥികൾ പറഞ്ഞാൽ ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല അത് പ്ലാനിങ് കൂടെ ചെയ്തു. എത്രയോ നാൾ സ്റ്റഡി ചെയ്തിട്ടാണ് കുറേ നാൾ മുന്നേ ഇയാൾ കണ്ടെത്തുന്നത് ഫോൺ വഴിയാണ്. ഫോൺ വഴിയാണ്. ഫോൺ അപ്പോഴത്തേക്ക് ഇവർ ഇതിന് സെപ്പറേറ്റ് സിമ്മൊക്കെ എടുത്ത് ആ ഒരു കാലഘട്ടമാണ് 2010 അപ്പോൾ ഇവർ ഇതിന് എക്സ്ട്രാ സിം എടുത്ത് വേറെ ഫോൺ എടുത്ത് എന്നിട്ട് അങ്ങനെയൊക്കെ വെച്ചാണ് പിടിച്ചത്. ഫോൺ എടുത്ത് പിടിച്ചത്. പിടികൂടിയത് ബാംഗ്ലൂരിൽ വെച്ചാണ് പിടിക്കുന്നത്. അത് നമ്മൾ ന്യൂസിൽ കാണുന്നില്ല എത്രയും പിടിക്കുന്നത് ഓരോരോ സംഭവം പിടിക്കുന്നത്. കേരള പോലീസ് നമ്മൾ ചന്ദ്രശേഖരനെ കൊന്നില്ലേനോ? ചന്ദ്രശേഖർ അത് കൊന്നിട്ട് എവിടുന്ന പിടിച്ചത്? നമ്മളെ കണ്ണൂർ തലശ്ശേരിയുള്ള ഒരു ഇവിടെ ഉണ്ട് എന്താ പറയാ, ഒരു കൂത്തുപറമ്പ് സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. ഒരു പാർട്ടി ഗ്രാമത്തിൽ വലിയൊരു മലപ്രദേശമാണ്. ആ മലയിൽ നമ്മൾ ഈ റബ്ബർ വെട്ടുന്നവർക്ക് ഒരു റെസ്റ്റ് ചെയ്യാനും താമസിക്കാനും ഒക്കെ റബ്ബറിന് സെക്യൂരിറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഷെഡ് പോലത്തെ സ്ഥലമുണ്ട്. അവിടുന്നാണ് അവരെ പിടിച്ചത്. അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഈ പാർട്ടിക്കാർ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഫുള്ള് വാച്ചിങ് ഉണ്ടായിരുന്നു. അതായത് ഷെറഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ ഭയങ്കര തലയുള്ള നേതാവാണ്, പോലീസുകാരനാ. അപ്പോൾ ഫുള്ള് വാച്ചിങ്. ആ മലയിലേക്കെല്ലാം ആരെ കയറി പോകുന്നുണ്ട്. അത് ഒരു ക്വാറി പ്രദേശമാണ്. ഈ ക്വാറിയിൽ ഡ്രൈവർമാർ കല്ലെടുക്കാനൊക്കെ പോകുമല്ലോ. പക്ഷേ ഓൾമോസ്റ്റ് അവിടെ പോകുന്ന ക്വാറിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ക്വാറിയിലേക്ക് പോകുമ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ അറിയാം ഇവർക്ക് എത്ര വണ്ടി ഡെയിലി പോകുന്നുണ്ട്. ആ വണ്ടിക്കാരുടെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ അറിയാം. ഇവര് ഈ കൊടിസൂനിനെ മറ്റെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ലോറിയിലൊക്കെ ക്ലീനറൊക്കെ പറഞ്ഞ രൂപത്തിൽ പോകും ഈ പാർട്ടിക്കാരുള്ള. അതില് ശരിക്കും ക്ലീനറൊന്നുമല്ല. അപ്പൊ രണ്ട് ക്ലീനറും ഒരു ഡ്രൈവറുമാണ് ഓട്ടോമാറ്റിക്കായി ലോറിയിൽ ഉണ്ടാവുക. കല്ല് കയറ്റാൻ 2 ക്ലീനർമാരും ഒരു ഡ്രൈവറും. പക്ഷെ ചിലപ്പോൾ 4 പേരൊക്കെ പോകും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ ഇരുന്നിട്ട്. അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്ത് വെക്കും ആര്, ഈ പോലീസുകാർ. അപ്പോൾ വാച്ച് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ലോറിയിലുള്ള ആക്കിയിട്ടൊക്കെ സാധനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന. അപ്പം ഇവര് ഷെറഫുദ്ദീൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കല്ലിന് ഓർഡർ ചെയ്തു ക്വാറിയിൽ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് കല്ല് ഇപ്പം ഡിമാൻഡ് ഉണ്ടോ, സാധനം കിട്ടൂല. അപ്പൊ ഡബിൾ പൈസ തരാന്ന് പറഞ്ഞപ്പോൾ ഈ ഏജന്റുമാർ സമ്മതിച്ച്. അപ്പൊ 4-5 ലോറിയിൽ പോലീസുകാർ വേഷം മാറിയിട്ട് പിന്നെ ആ ഒരു പ്രദേശത്തേക്ക് പോകും. അതായത് 2 ക്ലീനർമാരും ഒരു ഡ്രൈവറും. അത് പോലീസുകാരാണ് സംഭവം. അപ്പോഴാണ് ഇവരെ ഒന്ന് അവിടെ നിൽക്കുന്നത് പിടിക്കുന്നത് അതിൽ കണ്ടത്. അപ്പൊ അവര് അങ്ങനെ അന്ന് കല്ലും കേട്ടിട്ട് തിരിച്ചിട്ട് ഇങ്ങ് പോന്ന്, മനസ്സിലായോ? അപ്പോൾ അത് അവർ ഫുൾ വാച്ച് ചെയ്ത് കണ്ടിട്ട് ഇങ്ങ് പോകുന്നതാ. പിറ്റേ ദിവസം പോലീസിനെല്ലാം സെറ്റാക്കിയിട്ട് ആ ഏരിയ ഫുള്ളും അവർ ഓടിക്കളയുന്ന രൂപം ഉണ്ടാവുമല്ലോ, എല്ലാ സർക്കിളിലും പോലീസിനെ വിന്യസിച്ചിട്ട് എന്നിട്ട് പിറ്റേ ദിവസം കല്ലെടുക്കാൻ പോയി. അപ്പോൾ കല്ലെടുക്കാൻ പോയി അവിടുന്ന് പിന്നെ ഒരു തോക്കൊക്കെ ചൂണ്ടി ഒരു മലപ്രയോഗത്തിൽ അവരവിടുന്ന് പിടിച്ച്. അല്ല, അവര് അവിടുന്ന് പിന്നെ പെട്ടെന്ന് അവര് 5-6 പേരേ ഉള്ളൂ. ഇവര് 4-5 ലോറിയിൽ ആൾക്കാർ കൂടുതലുണ്ടല്ലോ. അപ്പൊ ഒരു അടിപിടിയിൽ പോലീസിൽ പല ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുണ്ടാവും. അതായത് വെറും പോലീസല്ല, അടിക്കും പിടിക്കും ഒക്കെ അങ്ങനത്തെ ഇതിലൊക്കെ മിലിറ്ററി എന്നൊക്കെ വരുന്ന മിലിറ്ററിക്കാരെ പോലെ അവരെ എടുത്തിട്ടുണ്ടാവും തലക്കാലത്തേക്കല്ല. അപ്പൊ അവിടുന്ന് അടിച്ചു പിടിച്ച് അവിടുന്ന് അടിയും പിടിയൊക്കെ കഴിഞ്ഞാണ് അവിടെ പിടിച്ചത്. നടന്ന് 2 ആഴ്ച കൊണ്ട് പിടിച്ചില്ല. DP-യിലൊക്കെ കേരള ചരിത്രത്തില് ഇത്രയും പെട്ടെന്ന് അന്വേഷണം തിരുവഞ്ചൂരിനെ അഭിനന്ദിച്ചില്ലേ? നമ്മള് തൊട്ട പ്രദേശല്ലേ, നമ്മളിതൊക്കെ കാണുന്നുണ്ടല്ലോ തിരുവഞ്ചൂര്. പക്ഷേങ്കിൽ ഇതൊക്കെ ഈ TP-നെ കൊല്ലാൻ കാരണം എന്ന് വെച്ചാൽ TP CPM-ന്റെ നല്ലൊരു നേതാവായിരുന്നു. പക്ഷേങ്കിൽ TP ഇതിന്റെ കുറെ ആവശ്യങ്ങളുണ്ട് CPM പാർട്ടിയിൽ. പക്ഷെ ഇവർ ഈ പാർട്ടി ഘടകം അനുമതി കൊടുത്തില്ല. അപ്പോൾ TP പറയുന്നൊന്നും കേൾക്കൂല. ഇവർക്കൊരു പാർട്ടി തീരുമാനമുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ കുറെ പൊട്ടന്മാർ അത് അംഗീകരിച്ച് നിൽക്കുകയും ചെയ്യും. പക്ഷെ TPക്ക് ഒരു പേഴ്സണലായിട്ട് ഉമ്മൻചാണ്ടിനെ പോലെ കുറച്ച് സപ്പോർട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു നമുക്കൊരു പാർട്ടി രൂപീകരിച്ചിട്ട് നമുക്ക് അതിലെ ആൾക്കാരെ കൂട്ടി പോയാലോ. അപ്പോഴാണ് ഒഞ്ചിയത്ത് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി രൂപീകരിച്ച്, ഒരു റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി TP ചന്ദ്രശേഖരന്. അപ്പൊ ഈ ആൾക്കാരൊക്കെ TP-ന്റെ ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ഒഴുകി വന്ന്
ഇലക്ഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഒഞ്ചിയത്ത് TPന്റെ പാർട്ടിക്കായി ഭരണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിന്റെ കോട്ട അറിയപ്പെടുന്ന സ്ഥലമാണ് ഒഞ്ചിയോ. അപ്പൊ പണ്ടത്തെ ഒരുപാട് സമരങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ഒഞ്ചിയോ. അപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു ക്ഷീണം പറ്റിയത്. അപ്പൊ അവർക്ക് ഒറ്റൊരു വഴിയേ ഉള്ളൂ, TPനെ ഇല്ലാണ്ടാക്കുക. TPനെ ഇല്ലാണ്ടാക്കിയാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അവിടെ വളരൂല. അപ്പം അവർ പ്ലാൻ ചെയ്തിട്ട് ഈ ചർച്ചകളും മറ്റൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് പിണറായി വരെ CPMന്റെ പിണറായിക്ക് വരെ ഇത് ഗൂഢാലോചന പങ്കുണ്ട്. അത് ശരിക്കും ജില്ലാ തലത്തിൽ മോഹന മാസ്റ്റർ വരെയേ പിടിച്ചിട്ടുള്ളൂ. ശരിക്കും അതിന്റെ മേലെ പിടിക്കാത്തത് എന്ത് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ UDFന്റെ നേതാക്കന്മാർക്കും കേസ് ഉണ്ടാവും. അപ്പൊ LDF സർക്കാർ വന്നാൽ അവര് ഈ ഒരു പക പോക്കാൻ വേണ്ടി അവരെ പിടിച്ച് ജയിലിടും. ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ ജില്ലയിൽ ഒതുക്കി. മനസ്സിലായോ? അപ്പൊ മോഹന മാഷി എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി CPMന്റെ. അപ്പൊ ജില്ലയിൽ ഒതുക്കി. അത് ശരിക്കും പറഞ്ഞാല് അത് ഞങ്ങൾക്ക് പേടിയാണ്. അപ്പുറം സൈഡ് പിടിച്ചാലോ എന്ത് പേടി? 150 പോക്കൂ. പിന്നെ ഇതില് CPM ഒരു ജില്ലയിൽ ഒതുക്കിയോണ്ട് ശരിക്കും പറഞ്ഞാല് പിണറായി വരെ കൊടുക്കുന്നു. എല്ലാവർക്കും കൂടെ പങ്കുണ്ട് TPനെ കൊന്നതില്. ഇതൊക്കെ ഗൂഢാലോചന ഭാഗം. മനസ്സിലായോ? ഒരു CPMന് കൊട്ടേഷൻ സംഘമുണ്ട്. അവര് കൊട്ടേഷൻ ചെയ്യുമ്പോൾ അവര് പറയും അവർക്കറിയാം ഒരു കൊല ചെയ്താൽ 5 വർഷം അല്ലെ 7 വർഷം ജയിലിൽ ഇരിക്കേണ്ടി വരും. അതിനുള്ള തുക നേരത്തെ കൊടുത്തു. അതിന്റെ നിങ്ങളെ ഫാമിലി നമ്മൾ പോറ്റിക്കോളും, പാർട്ടി പോറ്റും, പിന്നെ മക്കളെ പഠിപ്പിക്കും, പിന്നെ മാസാമാസം പൈസ എത്തിക്കും. അതൊക്കെ അവർ പറയും, ചെയ്യൂ, ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്തു വിടൂല അവര്. രഹസ്യമായിട്ട് പൈസ എത്തും. ഏത് ഇയാള് ആഭ്യന്തരമന്ത്രി? അപ്പൊ ഇയാള് ജയിലിൽ പോയി കണ്ടു. മറ്റേ അങ്ങേര് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ അല്ലേ? അയാള് ജയിലിൽ പോയി ഇവരെ കണ്ട്, ഈ കൊലപാതകികളെ കണ്ട് സംസാരിച്ച്. ആര്? ഗണേശ് അല്ല, കോടിയേരി ബാലകൃഷ്ണൻ അല്ലേ CPMന്റെ? എല്ലാവരും പബ്ലിക്കായിട്ട് ഇവരുമായിട്ട് ഇതുണ്ടെന്നുള്ള രീതിയില്. കേരളത്തിലെ ഏറ്റവും ഇഷ്ടമായ കൊലപാതക കേസല്ലേ? 52 വെട്ടുവിട്ടിട്ട് കാണുന്നില്ല. ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം അയാളെ കാണുന്നില്ല. 52 വെട്ടാണ് വെട്ടിയത്. അത് സ്ഥലം വെട്ടിയ സ്ഥലം നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണ്. അവിടെ ഇപ്പൊ TP സ്മാരകം അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ TPന്റെ സ്മാരകം ഇപ്പൊ വെച്ചിട്ട് അവര് CPM ആരോ രാത്രി അത് കളഞ്ഞു കളിയാ, അത് കേട് പറ്റി കളിയാ. പിന്നെ അവര് വെക്കും. അവര് പിന്നെ അപ്പൊ ഇപ്പൊ അവിടെ രാത്രി ഇപ്പൊ സെക്യൂരിറ്റിയാ, പോലീസ് പോലെ 3 പോലീസുകാരെപ്പോ ഉണ്ട് അവിടെ. കേരളത്തിൽ നാറിയ രാഷ്ട്രീയം ആൾക്കാരെ കാസർഗോഡ് ഈ കൃപേഷ് ശരത്തിലാലിനെ കൊന്നില്ലേ? കാസർഗോഡ് ഒരു സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ കൃപേഷ് ശരത്തിലാൽ